UDFിന്റെ ഏകോപന സമിതി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിൽ ആണ് യോഗം ചേരുന്നത്. VD സതീശൻ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെ മുന്നണി യോഗം ആണ്. സർക്കാരിന് കീഴിലുള്ള വിവിധ ബോർഡുകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർമാൻ, വൈസ് ചെയർമാൻ പദവികളും മറ്റു വിവിധ കമ്മീഷനുകളിലെ നിയമനങ്ങളും ഘടകകക്ഷികൾക്കിടയിൽ വീതം വയ്ക്കുന്നതിനെക്കുറിച്ച് യോഗം പ്രധാനമായും ചർച്ച ചെയ്യും. തർക്കങ്ങൾ പരിഹരിച്ച് പദവികൾ വിഭജിക്കുന്നതിനായി ഉപസമിതിയെ ചുമതലപ്പെടുത്തിയേക്കും എന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടക്കുന്ന യോഗം ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾ ഏറെയാണ്. അതിൽ ചിലതെങ്കിലും പിന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നയങ്ങൾക്കെതിരായ നിലപാടുകളാണ് ഈ സർക്കാർ നിലപാടുകൾ എന്ന വസ്തുത കൂടിയുണ്ടല്ലോ. അപ്പോൾ യോഗം ഗൗരവമായി ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഡാൻ? UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിടുമ്പോഴാണ് ആദ്യ UDF ഏകോപന സമിതി യോഗം, മുന്നണി യോഗം ക്ലിഫ് ഹൗസിൽ വെച്ച് ചേരുന്നത് എന്നതാണ് പ്രത്യേകത. ഏറ്റവും പ്രധാനമായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവാദമായി മാറി പിന്നീട് പുനർവിചിന്തനത്തിന് വഴിവെച്ച പല തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ നേരത്തെ തന്നെ കൂടിയാലോചന വേണ്ടിയിരുന്നു എന്ന അഭിപ്രായം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ നേരത്തെ ഉയർന്നു വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊരു ഘട്ടത്തിലാണ് ഈ യോഗം അടിയന്തരമായി ചേരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ UDF യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം UDF ഏകോപന സമിതി യോഗം ക്ലിഫ് ഹൗസിൽ വെച്ച് ചേരും. ആദ്യ യോഗമാണ് ചേരുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും അതോടൊപ്പം KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ലീഗ് പ്രതിനിധികൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, നേരിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായി ബോർഡ് കോർപ്പറേഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനത്തെ വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വിശദമായി ചർച്ചകളിൽ പരിഗണിക്കും. തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇതിൽ ഒരു അണിനെ നീക്കത്തിലൂടെ പദവികൾ കൈമാറുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ നിയോഗിച്ചേക്കുമെന്നുള്ള സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി ഈ ഉപസമിതി ഇന്ന് തന്നെ നിയോഗിക്കാനാണ് സാധ്യത. അതോടൊപ്പം PMC അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ 2 തട്ടിലായി അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാവണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തിലുണ്ടാകും. 2 മാസത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളും വിവാദങ്ങളും വിലയിരുത്തും. അതോടൊപ്പം തുടർ നടപടികൾ എങ്ങനെ വേണം, UDFനെ ഒറ്റക്കെട്ടായി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഏറ്റവും എടുത്തു പറയേണ്ടത് ഡാൻ, ഇതിലിപ്പോൾ കോൺഗ്രസിനകത്താകട്ടെ ലീഗിനകത്താകട്ടെ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് പല സ്വരങ്ങളാണ് നമ്മൾ ഉയർന്നത് കേട്ടത്. ഇപ്പോൾ തന്നെ ഈ നിയമനങ്ങൾ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി പോലെയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചതിൽ അടക്കം, ഗവൺമെൻറ് പ്ലീഡർമാരെ അടക്കം നിയമിച്ചതിൽ അതിൽ KSUവിന് അതൃപ്തി ഉണ്ടായിരുന്നു, ചില കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, VM സുധീരനെ പോലെയുള്ള നേതാക്കൾ അതൃപ്തി പറഞ്ഞിരുന്നു, ഷിയാസിനെ പോലെയുള്ളവർ അത് പ്രതികരിച്ചിരുന്നു. അങ്ങനെയൊക്കെ നിരവധിയായ ആളുകൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ലീഗിലേക്ക് വന്നാൽ തന്നെ KM ഷാജിയുടെ നിലപാടിൽ അതൃപ്തി ഉണ്ടാകുന്നു. ഇതൊക്കെ പരസ്യമായ ഒരു വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം, അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെയും പിന്നോട്ടടിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതികരണങ്ങൾ നടത്തുന്നതിൽ, ഭിന്ന സ്വരങ്ങൾ ഉയരുന്നതിൽ, അത് പുറത്ത് മാധ്യമങ്ങളോടെങ്കിലും പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, ആ കാര്യങ്ങളും ചർച്ചയുടെ ഭാഗമായി തന്നെ വരില്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അകത്തേക്ക് കയറാൻ ഒരു അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 മാസത്തെ ശരി, അതായത് UDFിന്റെ യോഗം നടക്കുകയാണ്. UDFിന്റെ യോഗം നടക്കുമ്പോൾ അവിടുന്ന് ഡാൻ വാർത്തകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഡാൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പകർത്തി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഡാൻ, അതായത് യോഗം തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പ്രത്യേകിച്ച് യോഗം തുടങ്ങുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിലടക്കം ഈ പുനർജനി പദ്ധതിയിൽ VD സതീശന് ക്ലീൻ ചിറ്റ് ലഭിച്ച വിവരം ആയിരുന്നു പങ്കുവച്ചത്. ആ കേസ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പങ്കുവച്ചത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്, അതോടൊപ്പം തന്നെ കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഈ യോഗത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാക്കാനും സാധിക്കുന്നുണ്ട്.
യെസ്, എന്തായാലും യോഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുക. വളരെ പെട്ടെന്ന് ആ വാർത്തയിലേക്ക് തന്നെ എത്താം. അതേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.